1022 ശ്രീ സുരേഷ് ഗോപി. യെസ്. 1016 എന്ന് പറയുന്നത് റാണി സുഭാഷ്, ഭർത്താവിന്റെ പേര് സുഭാഷ് ഗോപി. 1017 സുഭാഷ് ഗോപി, അച്ഛന്റെ പേര് ഗോപിനാഥപിള്ള. 1018 ഗോകുൽ എസ് നായർ, അച്ഛന്റെ പേര് സുരേഷ് ഗോപി. 1019 ഭാഗ്യ എസ് നായർ, അച്ഛന്റെ പേര് സുരേഷ് ഗോപി. 1020 ഇന്ദിര രാജശേഖർ, മറ്റുള്ളവ എന്നാണ് കാണിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി. അത് അന്വേഷിച്ച് മനസ്സിലായിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ മാതാവാണെന്നാണ്. അതുപോലെ തന്നെ രാധിക സുരേഷ് 1021, ഭർത്താവിന്റെ പേര് സുരേഷ് ഗോപി. 1022 സുരേഷ് ഗോപി, അച്ഛന്റെ പേര് ഗോപിനാഥപിള്ള. 1023 മാധവ് എസ്, അച്ഛന്റെ പേര് സുരേഷ് ഗോപി. 1024 ഭവാനി എസ്, അച്ഛന്റെ പേര് സുരേഷ് ഗോപി. 1025 കേശവസ് നായർ, അച്ഛന്റെ പേര് സുഭാഷ് ഗോപി. 1026 കല്യാണി എസ് നായർ, അച്ഛന്റെ പേര് സുഭാഷ് ഗോപി. ഇങ്ങനെ 11 വോട്ടുകളാണ് ഇതിൽ ചേർത്തിയിട്ടുള്ളത്. 11 1016 മുതൽ 1026 ഉൾപ്പെടെ. ഇതിൽ നമുക്കിതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു ധാർമ്മികതയുടെ പ്രശ്നം കൂടിയാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ ഇപ്പൊ എത്രയോ സ്ഥാനാർത്ഥികൾ പിന്നെ വോട്ട് ചെയ്യുന്നത് അവരാരുടെ സ്ഥലങ്ങളിലാണ്. അതൊരു നീതിപൂർവകമായ തെരഞ്ഞെടുപ്പാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒരു പിന്നെ ന്യായീകരിക്കാവുന്ന ഒന്നല്ല. പക്ഷേ നിയമാനുസൃതം 6 മാസം പിന്നെ ഒരു പിന്നെ സ്ഥലത്ത് താമസിച്ചാൽ അവർക്ക് വോട്ട് കിട്ടാൻ അവകാശമുണ്ട്. പക്ഷെ അത് അവിടെ തുടർന്നുള്ള ഒരു താമസമല്ല. അന്നേ തന്നെ ഇടയ്ക്ക് വന്ന് പോവായിരുന്നു, അതിനുശേഷം ആ വീട് വിറ്റു. അതുമാത്രമല്ല, അതിപ്പോ വാദഗതിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മത്സരത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും പിന്നീട് ഈ കാണുന്ന പരാതികൾ മുഴുവൻ 45 പേരുടെ പിന്നെ തിരിച്ചറിയൽ കാർഡ് നമ്പറും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ആപ്പിൽ കയറി നോക്കിയാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇലക്ഷൻ ID കാർഡ് കൊടുത്താൽ ഈ ആപ്പിൽ നിങ്ങൾക്ക് വോട്ടർ ഹെൽപ്പ് ലൈൻ, അതാണ് ആ ഇതിൻ്റെ ആപ്പിൻ്റെ പേരായിട്ട് വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പാണ്. അതിൽ സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ടർ റോൾ എന്ന് അടിച്ച് സെർച്ച് പോയി കഴിഞ്ഞാൽ സെർച്ച് ബൈ മൊബൈൽ, സെർച്ച് ബൈ ബാർ ഓർ QR കോഡ്, സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആൻഡ് സെർച്ച് ബൈ എപ്പിക് നമ്പർ. ഇതിന് ശേഷം ഞങ്ങൾ ബൂത്ത് നമ്പർ 30 ഞങ്ങൾ 45 പേരുടെ പരാതി കൊടുത്തിരുന്നു. 45 പേരുടെ. അതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 1202 മുതലാണ്. അത് അവസാന ഭാഗമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വോട്ടർ പട്ടികയിൽ പേര് കടന്നുകൂടിയാൽ ഒരു കാരണവശാലും പിന്നീട് മാറ്റാൻ കൊടുക്കാനോ ഒന്നും സമയം കിട്ടാത്ത രീതിയിലാണ് അത് നടന്നു പോയിട്ടുള്ളത്. അതുപോലെ അല്ല, ആ സമയങ്ങളിലാണ് അത് അവർ പ്ലാൻ ചെയ്തിരിക്കുക. ഏതാ എന്ന് എനിക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം അതാണ് നമ്മൾ ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. സ്വതന്ത്രമായ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഒന്ന്, കളക്ടർ എടുത്ത നിലപാട് ഇത്തരത്തിൽ കടന്നുകൂടി എന്ന് പിന്നെ പരാതി ലഭിച്ചിട്ടും അതിനെക്കുറിച്ച് കാര്യമായ ഒരു അന്വേഷണം നടത്താതെ അദ്ദേഹം പറഞ്ഞത് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.